ആവുൻ്റെ മക്കളെ, പടച്ചോൻ്റെ കാവൽ എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇന്നലെ ഈ വീട്ടിൽ വർക്ക് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ കംപ്ലൈൻറ്റ്. ഞാൻ വണ്ടി ആ വലിയ പാറ നിൽക്കണ ഭാഗത്തായിരുന്നു എൻ്റെ വണ്ടി നിർത്തിയിരുന്നത്. എന്തോ ഒരു ഭാഗ്യം, ഇന്നലെ അത് സംഭവിച്ചില്ല. വർക്കൊക്കെ ചെയ്ത് ഞാൻ രണ്ട് വട്ടത്തെ ആണ്ട് ഒരു സാധനം മറന്നു എന്ന് പറയാണ്ട് വീണ്ടും പോയിക്കാണ്ട് വീണ്ടും വന്ന്. ഏതായാലും പടച്ചോൻ്റെ കാവൽ. പിന്നെ ഞാനൊരു സാധനം മറന്നു വെച്ചു ഇന്നലെ അവിടെ. അത് എടുക്കാനും വേണ്ടി ഇന്നാണ് ഞാൻ പോകുന്നത്. ഞാൻ രാവിലെ തന്നെ പോകണ്ടെന്നുള്ളൊരു ചിന്തയിൽ നിൽക്കുന്നിടയിൽ ഏതായാലും നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് പോകാമെന്നുള്ള ഒരു രീതിയിൽ അങ്ങോട്ട് പോയത്. അവിടെ പോയപ്പോൾ ആകെ ഒരു പരിഭ്രാന്തി. ജീവൻ തിരിച്ചു കിട്ടിയത് ബാക്കിയായി. ഇന്നലെ നിർത്തിയ സ്ഥലത്ത് വലിയ വലിയ ഭീമൻ കല്ലുകളാണ് അവിടെ കിടക്കുന്നത്. ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. ആർക്കും തന്നെ ഒരു പരിക്കുമില്ലാതെ റബ്ബിൻ്റെ കാവൽ, പടച്ച റബ്ബിൻ്റെ കാവലാണ് അവിടെ. എന്താണെന്നറിയില്ല. കഴിച്ചിലായതാണ്. ഇന്നിപ്പോൾ ഞാൻ ആ വയറ് വാങ്ങാൻ പോയപ്പോൾ അവിടെ അവസ്ഥ കാണണ്ടേ. ഇന്നലെ വരെ ഒരു ശാന്തമായ സ്ഥലമായിരുന്നു അവിടെ. ഇപ്പോൾ ചിന്നിച്ചിതറി. ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. അത്രയ്ക്ക് വലിയ ഭീമൻ കല്ലുകളാണ് അവിടെ വീണെടുക്കുന്നത്. ആ കല്ലിൻ്റെ മേലായിട്ടൊരു മരമുണ്ടായിരുന്നു. ആ മരം ഞാൻ ഇന്നലെ തന്നെ ശ്രദ്ധിച്ചതാണ്. അത് ഏത് നിമിഷവും പ്രയാസമാണ് ഈ ഒരു മരം. ആ മരം കാറ്റാടുന്നതിനനുസരിച്ച് പൊയങ്ങും. അതോടുകൂടി ഇതിൻ്റെ കൂടെയുള്ള കല്ലും മറ്റും വേര് പിടിച്ച് നിൽക്കാവും. മരം വീഴുന്നത് കൂടി ഈ കല്ലും എല്ലാം കൂടി ഒന്ന് വരും. ഇനി ഇപ്പുറത്തെ സൈഡിലും അതുപോലെ വിള്ളൽ വന്നിട്ടുണ്ട്. ആ വീട്ടുകാരൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഗഫൂറാക്കാൻ്റെ വീടാണ്. ഭയങ്കര കോഴിക്കടിയിൽ നിൽക്കുന്ന ഗഫൂറാക്കാൻ്റെ വീടാണിത്. ഇല്ലത്ത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ പറപ്പൂർ എടയാട്ടുപറമ്പ് അൽനൂറ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടുപിറകിൽ. ഇനി അടർന്നു വീഴാൻ സാധ്യതയുള്ളത് ഈ വീടിൻ്റെ ഈ ഒരു ഭാഗത്താണ്. ഇനിയൊരു വൻ ദുരന്തം വരുന്നതിന് മുമ്പേ ആ വീട്ടുകാർക്ക് പേടിയും ഭയവും ഇല്ലാതെ ജീവിക്കാൻ വേണ്ട നടപടികൾ എടുക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാം പടച്ചവൻ്റെ കാവൽ.